എനിക്ക് വയ്യ. ആ നിക്കണു നിന്നു. ഒരു സന്തോഷം. ഗുഡ് ബൈ ഗുഡ് ബൈ. ഇങ്ങനെ കാണിച്ചേ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി കടന്നു പോയിരിക്കുകയാണ് അല്ലേ. ആലോചിക്കുമ്പോൾ എന്താ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഓരോ ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടാവും. നമ്മളും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുക അല്ലേ. കാരണം അവർ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ്. അപ്പം ഇവിടെ അതെ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കലും അവർക്ക് വേണ്ടി കാർഡ് ഉണ്ടാക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിലത്തെ പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് സ്കൂളിലും ഒരു ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പോയിട്ടുണ്ടായിരുന്നു, എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഓരോ വർഷവും എന്താ പറയുക 10th ബാച്ചാണ് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ വർഷം പാറുവിൻ്റെ ബാച്ചാണ്, അവർ 10th ആണല്ലോ. അപ്പോൾ പാറുവിൻ്റെ ബാച്ചാണ് സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പം നമുക്ക് കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ആഘോഷിക്കുന്നത് ഒരുപാട് നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് മതത്തിൻ്റെ ബൈബിളോ ഖുറാനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ എന്തെടുത്ത് നോക്കിയാലും എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, ലോകം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് ദൈവം പിറവിയെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദൈവം പിറവിയെടുക്കുന്നത്?
സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ഗിഫ്റ്റും കൊണ്ടാണല്ലോ പോയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്തും അതുപോലെ വേറൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രതുവിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. പാറുവിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനുവരിയിൽ ഉള്ളതാണ്, അതായത് ന്യൂ ഇയർ ഫ്രണ്ടാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ ജനുവരി 1 സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രതുവിൻ്റെ ഗിഫ്റ്റാണ് ഇത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഇത് കിട്ടുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണല്ലേ. അത് എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് സന്തോഷമാണ് അവർക്കത്. വളരെ ലേറ്റായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാട്ടോ. അതിന് 2 ആളെന്നല്ലേ ഉള്ളൂ, ഇപ്പം കുറേ ആൾക്കാരുണ്ട്. നിമ്മയി അടുത്തേക്ക് അടുത്ത ആള്. ഹലോ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ. ഹായ്, ഇതാരപ്പോ? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ആളാണ് കേട്ടോ. അതിനൊന്നും ടൈമില്ല. ബിസിയാണ്. അതൊക്കെ അവിടെ കണ്ടാ മതിയായിരുന്നു അവസാനം വരെ. ഇത് കണ്ടിട്ടില്ല ഈ പാക്കറ്റ് ഇപ്പം തുറന്നു വെച്ചെടുത്തോണ്ട് ഒരു രസട്ടോ. കാർത്തി, അതിപ്പോൾ തുറന്നു വെച്ചെടുത്താണേ എന്ത് രസാവും. അമ്മാമേ അങ്ങോട്ട് കൂടെ ഇരുന്നോളൂ കുട്ടികളെ. ക്രിസ്മസ് ട്രീ ഒക്കെ റെഡി ആക്കി തരുമോ? നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം അല്ലേ? ഞാനിപ്പോൾ റെഡിയാക്കി തരാമെന്ന്. കാർത്തിക് ഹായ് പറഞ്ഞ. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ അവിടെ തിരക്കാണ്. പറഞ്ഞു എന്നാ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചിരിച്ചു തരാമെന്ന്. അത് ആദ്യം ഇതൊക്കെ തൂക്കിയതിന് ശേഷം മതി. കമത്തി ഇപ്പൊ ഉണ്ടാവും അവനൊരു സന്തോഷം വരാൻ. ഞാൻ എവിടെ തുടങ്ങണം എന്നാണ് ചോദിക്കുന്നത്. നീ വേഗം അതിലുമ്പോ തൂക്കിക്കോളൂ. ഉള്ളതൊക്കെ എടുത്ത് തൂക്ക്. എന്റെ ഭഗവാൻ, അത് തൂക്കിയിട്ടിരിക്കണമെന്നില്ല. തൂക്ക് നല്ലൊരു പേരുണ്ടായിട്ട് മുത്തശ്ശൻ കുട്ടീനെ കളിയാക്കണു. തൂക്കിക്കോളൂ. ആരാത്? അതാരാ? അപ്പൂപ്പൻ. ആരാ? യെസ്, സാന്റ. അങ്ങോട്ടൊക്കെ കൂടെ നോക്കണോക്ക് മണി. അതിന്റെ മുകളിൽ തൂക്കണം. ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങൾ ആരെങ്കിലും കാണിച്ചു കൊടുക്ക് എങ്ങനെയാണ് തൂക്കണെന്ന്. അതാ ഏട്ടൻ എന്താ ചെയ്യണ നോക്കൂ. അതുപോലെ എടുത്ത് തൂക്കിക്കോളോ. അവിടെ നീട്ട് നിന്നിട്ട് തൂക്കിക്കോളോ. വേണ്ടല്ലേ, അവിടെ ഇരിക്കണോടത്തുനിന്ന് അതിനെ അനക്കണ്ട. അതിന്റെ ബാക്കി ഇല്ലാത്തതിന്റെ മുകളിൽ പിന്നെ അമ്മ നൂല് കെട്ടിത്തരാം. ഉള്ളതൊക്കെ വെച്ചിട്ട് തൂക്കേ. തൂക്ക് ഒച്ചോടാക്കി വയ്യ. നിന്നു. ഒരു സന്തോഷം. വെച്ചു നിക്കണുണ്ട്. ഗ്രീന് അല്ലേ? വെക്കുന്നുണ്ട്. നിന്നോ എവിടെ വെക്കേണ്ട സ്ഥലം അതിന് കറക്റ്റ് മനസ്സിലാവില്ല. അത് നിക്കണില്ലല്ലോ, അതാണ്. അതെ, കുറെ നേരമായിട്ട് പറയണം അവിടെ തൂക്ക് ഇവിടെ തൂക്കുന്ന. ആരും പറയണേക്കില്ല, സ്വന്തമായിട്ട് അവിടെ തൂക്കാന്ന് വിചാരിച്ചു. എത്തണമില്ലല്ലോ. അവിടെ തൂക്ക് ഇവിടെ തൂക്ക് എന്നൊക്കെ ചേച്ചിമാരോട് പറഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞാ തൂക്കല് കഴിഞ്ഞാ. കാർത്തി കഴിഞ്ഞാ ക്രിസ്മസ് ട്രീ റെഡി.
അയ്യോ തൂക്കി. അയ്യോ എന്താ പറ്റിയേ? കുഞ്ഞ പാവ കുട്ടി. ഇതിനെ തൂക്കാൻ അവിടെ ആരുമില്ലേ? പൊട്ടി. എവിടെ എവിടെ ക്രിസ്മസ് ട്രീ എവിടെ? ക്രിസ്മസ് ട്രീ എവിടെ? അപ്പൂപ്പൻ എവിടെ? സാന്റ സാന്റ. എല്ലാം ഞാനിപ്പ ശരിയാക്കി തരാം. എല്ലാം ഞാനിപ്പ ശരിയാക്കി തരാന്ന്. കഴിഞ്ഞ 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 നല്ല കുട്ടികളെ എവിടെ തന്നെ കാണാ. അവസാനം എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ആണ്. എല്ലാം പെറുക്കയിലിട്ടല്ലേ. പൊട്ടിയതൊക്കെ അയക്കുന്ന പാക്കറ്റൊക്കെ തന്നെ ഇട്ടാൽ മതി. കഴിഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഇങ്ങനെ കാണിച്ചേ ഇങ്ങനെ കാണിച്ചേ. ഗുഡ്. നമ്മളുടെ ക്രിസ്മസ് ട്രീ 10 മിനിറ്റിൽ റെഡി ചെയ്ത് കണ്ടപ്പാ കുട്ടി വിചാരിക്കണായിരുന്നു. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. എല്ലാരും കൈ കെട്ടി. ഇപ്പൊ എന്താ അന്തപ്പെട്ടിരിക്കണ്? ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ക്രിസ്മസ് ട്രീ റെഡി ചെയ്ത് കണ്ടാ? എവിടെ ക്രിസ്മസ് ട്രീ? ക്രിസ്മസ് ട്രീ ഇങ്ങോട്ട് നോക്കണേ. അവസാനം മിനുക്ക് പണികളിലാണ്. അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു ട്രീ. എന്തേ ശരിയായിട്ടില്ലേ? എന്തേലും പ്രശ്നണ്ടാ? ഒളിച്ചേ. ക്രിസ്മസ് ട്രീയുടെ പിന്നിൽ ഒളിച്ചേ. പോണ്ട പോണ്ട. അയ്യാ പിടിച്ചോ. ഹലോ ഹലോ ഹലോ. ഞാനിപ്പോൾ ഇത് ആരാന്നുള്ളത് ഇതുവരെയും വീഡിയോയിൽ പറഞ്ഞില്ല അല്ലേ? പക്ഷെ ചിലർക്കെങ്കിലും അറിയായിരിക്കും അത് ആരാണെന്നുള്ളത്. നിമയും കാർത്തിക്കുമാണ്. നമ്മളുടെ വീഡിയോയിൽ തന്നെ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ 28, അതായത് ജനിച്ച അന്ന് തൊട്ടിട്ട് കാണുന്ന ആളാണ് ഈ ചെറിയ ആൾ തന്നെ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മമ്മയുടെ പിറന്നാളിന് അങ്ങനെ കുറേ കല്യാണത്തിന്, ദിനൂര് കല്യാണത്തിന്, അങ്ങനെ കുറേ സമയങ്ങളിൽ വീഡിയോസിൽ വരുന്ന രണ്ടുപേരിനെയും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനായ സമയത്ത്, അപ്പോൾ എന്താ പറയുക, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് അവർ വന്നതായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളുടെ വീട്ടിലാണെച്ചെങ്കിൽ അങ്ങനെ ഇപ്പോൾ ചെറിയ വാവകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാറുവിനും പ്രതുവിനും ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളാണെന്ന് വെച്ചെങ്കിൽ അടങ്ങിയിരിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ പിന്നാലെ ഓടിങ്ങോണ്ടിരിക്കുകയായിരുന്നു പാറും പ്രതു. അവർക്ക് രണ്ടുപേർക്കും ഒരു വല്ലാത്തൊരു കൗതുകമായിരുന്നു കുട്ടികളെ കാണുമ്പോൾ. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നു പരിപാടി. അട്ടമ്പ് തെറിച്ചു. ഇതുപോലെ ഒരാളെ ആവശ്യമുണ്ട് വീട്ടിൽ. 2 ചേച്ചിമാരേനും ഇട്ട് ഓടിക്കാൻ. പാറു ക്ഷീണിച്ചു. ഓടാകട്ടെ. ബോളിട്ട് അങ്ങടെ എറിയാ, ഇനി അവർ തിരിച്ചെടുത്ത് ഇങ്ങടെ എറിയാ അല്ലേ? ഇതിൽ നല്ല എക്സസൈസ് വേറെ എന്താ ഉള്ളത്? ഇനി എറിഞ്ഞു കൊടുക്ക്. വികൃതി മിറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വികൃതി ഇവിടെ തട്ടിട്ടു. അതെ, ഹലോ വികൃതി. അമ്മമ്മ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അമ്മമ്മ വന്നിട്ടുണ്ടെങ്കിണ്ടല്ലോ കുഞ്ഞിച്ചന്തേമിൽ ഇപ്പടേ കിട്ടും. ഇവിടെ വികൃതി കാണിക്കുന്നോക്ക്. കാലാണ് വേനയ്ക്കാട്ടോ, കാല് വേനയ്ക്കും. അയ്യോ, കാലുമേല ആവും.
അപ്പം നേരത്തെ കണ്ടത് ആരാന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞില്ല അല്ലേ, നിമയും കാർത്തികയും എന്നുള്ളത് എൻ്റെ കസിൻ്റെ കുട്ടികളായിരുന്നു കേട്ടോ. അമ്മാമ്മ വരുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഇത് ആരാന്നറിയോ, ഇവരെയും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ കസിനാണ് ദീപ, ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട്, കിരൺ കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മുന്നേ ദിനുവിൻ്റെ കല്യാണത്തിന്. അപ്പോൾ ദിനുവിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവൾ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വെക്കേഷൻ ടൈം അല്ലേ, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ കൂടുന്ന ഒരു സമയമല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയം അല്ലേ. നമുക്ക് ഈ ഒരു ഡിസംബർ എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് എന്ന് വെച്ചാൽ വർഷം കഴിയാൻ പോകുന്നുള്ളതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ എന്നാലും വെക്കേഷൻ ടൈം എപ്പോഴും നല്ല രസമുള്ളൊരു ഇതല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് സമയം. ഇതാണ് കേട്ടോ പാറു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അവളുടെ ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ആ സർപ്രൈസ് അത് പോവില്ലേ. ഹാപ്പി ക്രിസ്മസ്. നിക്ക് 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 കാണിക്ക്. ജീരക മിഠായിക്ക് തല്ലുകൂടുന്നു. അത് ശരി, എന്താ അത്? എന്തെങ്കിലും ബാക്കി താടോ. എന്ത് ഓക്കെ. പിന്നെ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷനിൽ നമ്മളെപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ കേക്ക് അല്ലേ. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിലുള്ള പല ടൈപ്പ് കേക്കുകൾ വാങ്ങിക്കും. നമ്മളൊരു കുഞ്ഞു പ്ലം കേക്കാണ് കേട്ടോ. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ചെറുപ്പം തൊട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് പ്ലം കേക്ക്. എന്തോ ഈ ഒരു ദിവസം അതാണ്, പ്ലം കേക്കാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്, കഴിക്കാറുള്ളത്. അപ്പം ഞാൻ ഇപ്രാവശ്യം അത് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇതന്നെ എല്ലാം മേടിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നിട്ട് ചെറുതായിട്ടുള്ളൊരു സെലിബ്രേഷൻ. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അതന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമായിരുന്നു എന്തായാലും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ, ഇതുപോലെയല്ല, ഇത് വളരെ നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടാവും എന്നുള്ളതറിയാം. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അടുത്ത വീഡിയോ നമ്മൾക്ക് തിരുവാതിര വരാനുണ്ട്. നല്ല അടിപൊളി തിരുവാതിര ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും ബൈ.